ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള നല്ലൊരു മീൻ കറിയാണ്. അതിനായി ഞാനിവിടെ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. അയില മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് മീനാണെങ്കിലും എടുക്കാം. പിന്നെ അതിനായി ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി വലുതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഉലുവ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ മീൻ കറി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീൻ കറി നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കണം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 വെളുത്തുള്ളി ഇതുപോലെ സ്ലൈസായി കട്ട് ചെയ്തത്, 6 പച്ചമുളക്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. മീൻ കറിക്ക് എപ്പോഴും അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ചെറിയുള്ളിയാണ്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വേഗം വഴണ്ടി വരാൻ വേണ്ടി ഞാൻ കുറച്ച് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ ഇൻഗ്രീഡിയൻസ്, എന്താ പ്രത്യേകത എന്ന്. അപ്പോൾ ഞങ്ങൾ മീൻ കറി വെക്കുമ്പോൾ നമ്മുടെ പാലക്കാടുകാരുടെ മീൻ കറിയിൽ ഞങ്ങൾ കുടംപുളി ചേർക്കാറില്ല, വാളംപുളിയാണ് ചേർക്കുക. അപ്പോൾ ഞാൻ അതായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ മീൻ കറി വെക്കുമ്പോൾ വാളംപുളിയാണ് ചേർക്കുക. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വേണ്ട പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഓരോ പീസായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയൊന്നും ചേർക്കാതെയുള്ള മീൻ കറിയാണ്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് വെന്ത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഇരുന്ന് നല്ലപോലെ കുറുകി വരും. മൺചട്ടിയിലാവുമ്പോൾ അത് വീണ്ടും ആ ചൂടിൽ വെന്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്, താങ്ക്